പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह അനുഗ്രഹീതമായ आज दिन में हालेलुया पवित्र माना जाए। ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ എനിക്ക് അവസരം ഒരുക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. आज रात को आप लोगों के साथ ये जूम मीटिंग में शामिल होने के लिए मुझे मिला अवसर के लिए मैं प्रभु को धन्यवाद करता हूँ। ഈ മീറ്റിംഗിൽ എനിക്ക് കർത്താവിന്റെ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസൻ ഷിബു ശമുവൽ പാസ്റ്ററെയും കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. मुझे ये अवसर दिया रेनकोट की कलिसिया का हर एक पासवान को मैं प्रभु का पवित्र नाम में धन्यवाद करता हूँ। ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിന്റെ തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ നമുക്ക് വേർതിരിക്കാം. परमेश्वर की पवित्र वचन के लिए हम अपने समय को निकालेंगे। ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് आज रात को 103 സങ്കീർത്തനം അതിന്റെ 17ാമത്തെ വാക്യം. हालेलुया। हम आज का भजन की मनन के लिए भजन संगीता 103 സങ്കീർത്തനം അതിന്റെ 17ാമത്തെ വാക്യം. 103 भजन संगीता उसका 17 भजन पढ़िए कोई। ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ആ വചനത്തെ ചിന്തിക്കാം. ആ 107 സങ്കീർത്തനത്തിന്റെ 103 സങ്കീർത്തനത്തിന്റെ 17ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. हालेलुया। परमेश्वर की हालेलुया हालेलुया दया अपने भक्तों को उनका पीढ़ी पीढ़ी तक होता रहेगा। നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദിവസത്തിൽ അടയ്ക്കാം. एक बार हम प्रार्थना करेंगे, अपनी आंखों को बंद करेंगे। പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് സൂം ആപ്ലിക്കേഷനിൽ ഒരുമിച്ച് അടുത്തു വരികയാണ്. स्वर्गीय पिता, आज रात को जूम मीटिंग के द्वारा दुनिया का अलग अलग भागों में रहकर हम आपके चरणों में एकत्रित होते हैं पिताजी। ഈ സൂമിലൂടെ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. पिताजी, ये जूम मीटिंग के द्वारा जो लोग भी हमारी शब्दों को सुन रहा है, हर एक व्यक्तियों को मैं ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് വിവിധ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശബ്ദം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി ദൈവം തീർക്കണമേ. हालेलुया। पिताजी, हम अलग अलग घरों में बैठकर ये वचन ग्रहण करते वक्त ये वचन के सामर्थ्य हमारे हर एक लोगों का जीवन में छुटकारे के कारण होने पाए। ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദം അവർ കേൾക്കുവാനിടയാകണമേ. पिताजी, आपकी आवाज को लोग सुनने पाए। മനുഷ്യന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ശബ്ദമായിട്ട് തന്നെ അത് മാറുവാനിടയാകണമേ. मानुषिक शब्द नहीं, परमेश्वर की आवाज को सुनने पाए। ഇന്ന് രാത്രി ഞങ്ങളുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. आपकी जनों के लिए मैं प्रार्थना करता हूँ पिता। ഞങ്ങളുടെ ജനത്തിന്റെ രോഗങ്ങൾ മാറുവാനിടയാകണമേ. आपकी जनों का बीमारियों को आप चंगा कीजिए पिता। നിരാശയിലിരിക്കുന്നവർ, ഭാരത്തിലിരിക്കുന്നവർ, രോഗത്തിലിരിക്കുന്നവർ, സങ്കടത്തിലിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കുവാനിടയാകണമേ. पिताजी, अगर कोई भी लोग निराशा में है पिताजी उनको आशा दीजिए। अगर कोई बीमार में है पिताजी उनको आप छुटकारा दीजिए पिताजी। ജോലിയുടെ ഭാരം അനുഭവിക്കുന്നവർ, സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നവർ അതിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനിടയാകണമേ. पिताजी, अगर कोई भी लोग अगर कोई भी आर्थिक अवस्था से कठिनाई में है तो पिताजी उनका जीवन में അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. എന്റെ നാവിനോട് കൂടെ കർത്താവ് ഇരിക്കുമാറാകണമേ. पिताजी, हालेलुया, मेरा जवान के साथ आपकी सामर्थ्य हो। ഇന്ന് രാത്രിയിൽ കർത്താവ് സകലത്തെയും നിയന്ത്രിക്കണമേ. ഈ മീഡിയയെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ദൈവശബ്ദമായിട്ട് വചനം മുഴങ്ങട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ജനം അനുഭവിക്കുവാനിടയാകണം. പുതിയ അഭിഷേകത്തിൽ ജനത്തെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം സ്വർഗീയ പിതാവേ. आमीन। पिताजी, आपकी आवाज लोगों को कान तक पहुंचने पाए। आपकी अभिषेक एक एक लोगों का जीवन में पिताजी मानसिक शब्द नहीं, परमेश्वर की आवाज आत्मा में भरपूर होने के लिए वे प्रार्थना करते यीशु मसीह की पवित्र नाम में आमीन। प्रेज़ द लॉर्ड। हालेलुया हालेलुया। जय मसीह।
ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരാം. हालेलुया। जो वचन हमने पढ़ा है वो वचन की ओर हम वापस आने पाए। 103 സങ്കീർത്തനം 17 തിരുവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. 103 भजन संगीता उसका 17 वचन हमने पढ़ा है। യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. परमेश्वर की दया उनकी पीढ़ियों तक, हालेलुया, उनकी करुणा, उनकी धार्मिकता, हालेलुया, पीढ़ी पीढ़ी तक बना रहेगा। നമ്മുടെ ദൈവം ദയയുള്ള ദൈവമാണ്. हमारा परमेश्वर दयालु खुदा है। നമ്മുടെ കർത്താവ് ദയയുള്ള ദൈവമാണ്. हमारा परमेश्वर दयालु खुदा है। അവൻ നീതിമാനായ ദൈവമാണ്. वो धर्मी परमेश्वर है। നമ്മുടെ കർത്താവ് അതേ കരുണയുള്ള ദൈവമാണ്. हमारा परमेश्वर दयालु खुदा है। അതെ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ തിരുവചനം നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കുണ്ടായിരിക്കും. हालेलुया। यहोवा की करुणा उसके डरवियों पर युगानुयुग होते रहेगा। ദൈവഭക്തന്മാരോടുകൂടെ കർത്താവിന്റെ സാന്നിധ്യം ഇരിക്കുവാനിടയായി തീരും. परमेश्वर की भक्त लोगों के साथ प्रभु की उपस्थिति हमेशा होते हैं। 25 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ 25वां भजन संगीता जब हम पढ़ते हैं, അതിന്റെ 12 വാക്യം ഇങ്ങനെ വായിക്കുന്നു. उसका 12 वचन इस तरीके से हम पढ़ते हैं। യഹോവ ഭക്തനായ പുരുഷൻ ആർ? यहोवा वो कौन है जो यहोवा का भय मानते? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. यहोवा उसकी उसी मार्ग पर जिससे वो प्रसन्न होता है चलाएगा। അവൻ സുഖത്തോടെ വസിക്കും. वो कुशल से टिका रहेगा। അവന്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. और उसका वंश पृथ्वी पर अधिकारी होगा। യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. यहोवा के भेद को वही जानते जो उससे डरते और वही अपनी वाचा उन पर प्रकट करेगा। അപ്പൊ ദൈവഭക്തനായ പുരുഷന് ദൈവത്തിന്റെ സഖിത്വം തന്റെ ഭക്തന്മാർക്ക് ഉണ്ടാകുവാനിടയായി തീരും. हालेलुया। जो परमेश्वर की डरवी लोगों के ऊपर प्रभु का उपस्थिति हमेशा उनके साथ रहता है। ദൈവം തന്റെ ഭക്തന്മാരെ മറക്കുന്ന ദൈവമല്ല. परमेश्वर कभी अपनी डरवियों को नहीं भूलता। ദൈവം തന്റെ ജനത്തെ ഓർക്കുന്ന ദൈവമാണ്. प्रभु अपनी जनों को हमेशा याद रखता है। ദൈവവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. परमेश्वर की वचन में हम इस तरीके से पढ़ते हैं। യഹോവ ഇസ്രായേലിനെ ഓർത്തു. यहोवा इस्राएल जनों को याद किया। അവൻ അവരെ അനുഗ്രഹിച്ചു. वो उनको आशीष दिया। 430 സംവത്സരം പരദേശികളായി പാർത്തിരുന്ന മിസ്രൈമിൽ കിടന്നിരുന്ന ജനത്തെ ദൈവം ഓർത്തു. മോശയെ ദൈവം തിരഞ്ഞെടുത്തു. 430 साल मिस्री में, हालेलुया, पीड़ा में पड़े हुए लोगों को प्रभु ने याद किया। मूसा को प्रभु ने चुना उनको छुड़ाने के लिए। ദൈവം തന്നെ ജനത്തെ ഓർത്താൽ അവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. प्रभु जब अपनी लोगों को याद करता है तो उनको आशीष देता है। 115 സങ്കീർത്തനത്തിന്റെ 12 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 115 भजन संगीता उसका 12 भजन में हम इस तरीके से पढ़ता है। യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. यहोवा ने हमको स्मरण किया, वह आशीष देगा। അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും. वह इस्राएल के घराने को आशीष देगा। അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. वह हारून के घराने को आशीष देगा। അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. क्या छोटे क्या बड़े, जितने यहोवा के डरविया हैं वह उन्हें आशीष देगा। അപ്പൊ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. परमेश्वर हमको आशीष देने वाला प्रभु है। ദൈവം ദയയുള്ള ദൈവമാണ്. परमेश्वर दयालु खुदा है। അപ്പൊ ദൈവം നമ്മെ ഓർത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. जब प्रभु हमको स्मरण करता है तो प्रभु हमको आशीष देता करके
पवित्र वचन कहता है അവൻ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന ദൈവം. वो छोटे या बड़े को एक जैसा आशीष देने वाला परमेश्वर है. ഇവിടെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് പറയുന്നതെങ്കിലും यहाँ हम इस्राएल के बारे में ही बता रहा जरूर. ദൈവത്തിന്റെ നിർണയപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന यहोवा का इच्छा के अनुसार चुने हुए लोगों को, ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന परमेश्वर का पद्धति के अनुसार जो छुटकारा पाया हुआ लोग, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മക്കളുടെ പദവി ലഭിച്ചിരിക്കുകയാണ്. हम और आप परमेश्वर की संतान का, बच्चों का पदवी को हम अलंकृत करते हैं. നാം ദാസന്മാരല്ല, നാം മക്കൾ എന്നുള്ള പദവിയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. हम दास लोग केवल नहीं है, परमेश्वर की बच्चे लोग हैं. അപ്പോൾ ദൈവം നമ്മെ അതേ മക്കൾ എന്ന പദവി തന്നപ്പോൾ ദൈവം നമുക്ക് അവകാശവും നൽകുവാനിടയായി തീർന്നു. जब प्रभु ने हमको हालेलुया बच्चा का पदवी, संतान का पदवी दिया, तो प्रभु ने हमारी जीवन का हालेलुया. ഗലാത്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ गलातियों का पत्री जब 4 अध्याय जब हम पढ़ते हैं, അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. उसका 4 अध्याय का 5वां वचन में हम इस तरीके से पढ़ते हैं. അതിന്റെ 6-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. उसका 6वां वचन ऐसा पढ़ते हैं, നിങ്ങൾ മക്കൾ ആകകൊണ്ട് ആഭാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. तुम जो पुत्र हो इसलिए परमेश्वर ने अपने पुत्र के आत्मा को जो है अब्बा, हे पिता कहकर पुकारता है, हमारे हृदय में भेजा. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. अभी आगे आप उनका दास नहीं है, हालेलुया, आप परमेश्वर का पुत्र और पुत्री है. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശികളുമാകുന്നു. अगर आप पुत्र है तो परमेश्वर की इच्छा के अनुसार उनका हालेलुया वारिस है. അപ്പൊ നാം ദൈവത്തിന്റെ അവകാശികളാക്കി ദൈവം നമ്മെ ക്രിസ്തുവിന്റെ രക്തത്താൽ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. हमको प्रभु यीशु मसीह का लहू का द्वारा परमेश्वर का वारिस बनाया है. അതിനാണ് അധ്യായത്തിലെ 4-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ കാണുന്നത്. इसीलिए वो इसी वजह से जब परमेश्वर की पवित्र वचन जब हम पढ़ते हैं, इसी तरीका देखता है. കാല സമ്പൂർണത വന്നപ്പോൾ, जब समय पूरा हुआ तो ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി परमेश्वर ने हालेलुया अपने पुत्र को भेजा जो स्त्री से जन्मा. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത്. वो व्यवस्था के अधीन उत्पन्न हुआ. ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് जो व्यवस्था के अधीन में जो लोग थे उनको मोल लिया और छुड़ा. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ हमको ले पालक होने का पद मिले. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് हम जब पुत्र बनना है तो ദൈവമായിരുന്നവൻ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. हम जो सर्वशक्तिमान परमेश्वर था वो मनुष्य बन के उतर आया हमारे लिए. യോഹന്നന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ यूहन्ना का सुसमाचार उसका पहला अध्याय के अंदर 1 മുതൽ 8 വരെ നമ്മൾ വായിക്കുമ്പോൾ जब 1 से लेकर 8 तक जब हम पढ़ते हैं, വചനം ദൈവമായിരുന്നു, वचन परमेश्वर था, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, वचन परमेश्वर के साथ था, ആദിയിൽ വചനമുണ്ടായിരുന്നു, आदि में वचन था, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, आदि में वो परमेश्वर के साथ था, സകലവും അവൻ മുഖാന്തരം ഉളവായി, हर चीज उनके द्वारा उत्पन्न हुआ, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല, जो भी उत्पन्न हुआ उनके बिना नहीं, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, उनमें जीवन था. അപ്പോൾ ഇവിടെ നാം വായിക്കുന്നത് യേശുക്രിസ്തു ആകുന്ന ദൈവത്തിന്റെ വചനമാകുന്ന യേശുക്രിസ്തു यहाँ हम पढ़ते हैं जो
परमेश्वर का जो वचन है, जो प्रभु यीशु मसीह, 14-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. जो उसका 14वां वचन हम इस तरीके से पढ़ते हैं, വചനം ജഡമായി തീർന്നു, वचन देहधारी हुआ, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. हालेलुया, अनुग्रह और सच्चाई से परिपूर्ण होकर हमारे बीच में डेरा किया. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിങ്കിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. हमने उसकी ऐसी महिमा देखी जैसे पिता की एकलौते की महिमा है. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു, ആ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. हालेलुया, परमेश्वर की पवित्र वचन के अंदर लिखा है, हालेलुया, वचन देहधारी हुआ, अनुग्रह और सच्चाई से परिपूर्ण होकर हमारे बीच में डेरा किया करके लिखा है. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, फिलिपियों का पत्री जब दूसरी अध्याय जब हम पढ़ते हैं, അവൻ ദൈവരൂപത്തിലിരിക്കെ, वो परमेश्वर की देव पर होने के बाद ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ, वो उन्होंने परमेश्वर को स्वरूप में होकर भी परमेश्वर के तुल्य होने को अपने ദാസരൂപമെടുത്തു, മനുഷ്യ സദൃശ്യത്തിലായി, अपने वश में रखने से वस्तु न समझा और अपने आप को ऐसा शून्य कर दिया और दास का स्वरूप തന്നെത്താൻ താഴ്ത്തി ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി. वो हालेलुया मनुष्य की समानता में हो गया. ആ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. क्रूस की हालेलुया वहां लिखा है, हालेलुया, मनुष्य के रूप प्रकट होकर अपने आप को दीन किया और यहाँ तक की आज्ञाकारी रहा की मृत्यु, हाँ, क्रूस की मृत्यु भी सह दिया. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. इसलिए परमेश्वर ने उनको सबसे ऊंचा किया, സകല നാമത്തിലും മേലായ നാമം നൽകി. उनको सबसे बड़ा नाम दिया. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും, जो स्वर्ग में और पृथ्वी पर और जो कुछ भी नीचे है वो सब यीशु के नाम पर എല്ലാം നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. परमेश्वर पिता की महिमा के लिए हर एक जीव अंगीकार कर ले कि यीशु मसीह ही प्रभु है. അപ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ നാം വായിക്കുമ്പോൾ, फिलिपियों का पत्री जब 6 वचन से जब हम पढ़ते हैं, യേശു കർത്താവ് ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. यीशु मसीह हालेलुया परमेश्वर था, हालेलुया, हमको ढूंढकर ये धरती पर मनुष्य का रूप पर देह धारण किया. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ നാം വായിച്ചത്, കാല സമ്പൂർണത വന്നപ്പോൾ. इसलिए गलातियों का पत्री में हमने पढ़ा, जब समय पूरा हुआ, ആ ദൈവത്തിന്റെ ആ സമ്പൂർണതയിൽ വന്നതായ സമയം, കാലത്തിന്റെ സമ്പൂർണതയിൽ വന്ന സമയം, हालेलुया, जब परमेश्वर का समय धरती पर जब पूरा हुआ तो അതേ ന്യായപ്രമാണ യുഗത്തിന്റെ അവസാന കാലഘട്ടം, व्यवस्था का आखिरी समय में അതേ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. परमेश्वर अपने इकलौते पुत्र को ये धरती पर भेजा. ആ നാം ഇപ്പോൾ മക്കൾ എന്നുള്ള പദവിയിലേക്ക് കടന്നു വന്നത്, हम लोग जो परमेश्वर का संतान का जो पदवी में हम आ गया. അതെ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും കാൽവരി യാഗത്തിലൂടെയുമാണ്. हालेलुया, प्रभु यीशु मसीह मनुष्य का रूप पर इसलिए हुआ कि हमारे लिए काल्वरी सलीब पर बलिदान हो. കൊലോസി ലേഖനം 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, कोलोसियों का पत्री पहला अध्याय उसका 19वां वचन में हम इस तरीके से पढ़ते हैं, അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും. उन पर अनेक हालेलुया लिखा है, क्योंकि पिता की प्रसन्नता इसी में है कि उसमें सारी परिपूर्णता वास करे. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി
ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. और उसके क्रूस पर बहे हुए लहू के द्वारा मेल मिलाप करके सब वस्तुओं को उसी के द्वारा से अपने साथ मेल कर ले, चाहे എഫെസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ തിരുവചന വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. एफेसियों का पत्री 2 अध्याय उसका 12 वचन के अंदर लिखा है, അവൻ നമ്മുടെ സമാധാനം, वो हमारा शांति का परमेश्वर है, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, वो दोनों लोगों को एक बनाया, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. क्योंकि वह हमारा मेल है जिसने दोनों को एक कर लिया और अलग करने वाला दीवार को जो बीच में थी ढा दिया. വേർപാടിനെ ഇടിച്ചു കളഞ്ഞത്, हालेलुया, जो दो करने वाला दीवार को उन्होंने बीच में से तोड़ दिया. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാൻ. हालेलुया, हमारे बीच में शांति का मेल बनाकर, हालेलुया, जो दो भागों में थे दोनों को प्रभु एक कर दिया. അവൻ ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതെയാക്കി. वो क्रूस पर रखकर हमारे ऊपर जो, हालेलुया, जो दुश्मनी थी, हालेलुया, क्रूस पर बैर की नाश करके उसके द्वारा दोनों को एक देव बनाकर परमेश्वर से मिलाया. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ തന്നെ. क्योंकि दोनों को एक देव बनाकर परमेश्वर से मिलाए. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും യേശുക്രിസ്തുവിന്റെ കാൽവരിയാഗവും നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയായിരുന്നു. यीशु मसीह का क्रूस पर बलिदान सिर्फ मानव को छुटकारा देने के लिए थे. ആ മക്കൾ എന്ന പദവിയിലേക്ക് നാം വരേണ്ടതിനു വേണ്ടി, हम परमेश्वर का बच्चा होकर पदवी, बच्चे का पदवी में आने के लिए, संतान का पदवी में आने के लिए. അതുകൊണ്ട് തിരുവചനം പറയുന്നു, നാം ഇനി ദാസിദാസന്മാരെല്ലാം നാം അവന്റെ മക്കളത്രേ. हालेलुया, इसलिए परमेश्वर का पवित्र वचन कहता है, हम अभी आगे गुलाम लोग नहीं है, हम उनकी बच्चे लोग हैं. സങ്കീർത്തനങ്ങളിൽ നാം വായിച്ചു, യഹോവയുടെ സഖിത്വം അവന്റെ ഭക്തന്മാർക്കുണ്ടായിരിക്കും. हम भजन संगीता में पढ़ा है, परमेश्वर की जो प्रेम है अपनी भक्तों के साथ है. എന്നാൽ ദൈവമക്കളായ നാം യേശുവിനോട് കൂടെ വസിക്കും. हम परमेश्वर की संतान होने की वजह से प्रभु यीशु मसीह के साथ जिएंगे, वास करेंगे. റോമർ ലേഖനം 8:1 നാം വായിക്കുന്നു, रोमियों का पत्री 8:1 में हम पढ़ते हैं, ഇപ്പോൾ ക്രിസ്തുവേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. अब जो बस यीशु में है उन पर दंड की आज्ञा नहीं. അപ്പോൾ മക്കളായ നാം കർത്താവിനോട് കൂടെ വാസം ചെയ്യുവാനിടയായി തീരും. तब हम, हालेलुया, बच्चे लोग प्रभु यीशु मसीह के साथ वास कर पाओगे. യോഹന്നാൻ 1:12 പറയുന്നു, यूहन्ना 1:12 में लिखा है, ആ യേശുവിൽ വിശ്വസിക്കുന്ന, प्रभु यीशु पर जो लोग विश्वास करते हैं, ഹൃദയത്തെ യേശുവിനെ സ്വീകരിക്കുന്ന, जो दिल मन के अंदर यीशु मसीह को जो स्वीकार करने वाला लोग, ഏത് വ്യക്തിയും അവരെ ദൈവമക്കളായി തീരുന്നു. जो भी व्यक्ति हो वो परमेश्वर की संतान हो जाता है. അങ്ങനെയെങ്കിൽ ആ മക്കൾ കർത്താവിനോട് കൂടെ വാസം ചെയ്യും. अगर ऐसा है तो वो लोग प्रभु परमेश्वर के साथ वास करेंगे. ആ മക്കൾ യേശുവിനോട് കൂടെ ഇരിക്കുവാനിടയായി തീരും. ये लोग, वो अपना बच्चे लोग यीशु मसीह के साथ जिएंगे. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം നാം വായിക്കുമ്പോൾ, यूहन्ना का सुसमाचार उसका 14 अध्याय जब हम पढ़ते हैं, 2-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, उसका दूसरा वचन में यीशु मसीह ने ऐसा कहता है, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. मेरे पिता के घर में बहुत से रहने का स्थान है.
ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, अगर ऐसा नहीं होने से मैं तुमको बोलता, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, मैं तुम्हारे लिए जगह बनाने जा रहा हूं। ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ जब और यदि मैं जाकर तुम्हारे लिए जगह तैयार करूं, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും അത് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. तो फिर आकर तुम्हें अपने यहाँ ले जाऊंगा कि जहां मैं रहूं वहां तुम भी रहो। യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. यीशु ने बोला, जहां मैं हूं वहां तुमको भी बैठा दूंगा। അപ്പോൾ മക്കളായ നാം ദൈവത്തോട് കൂടെ ഇരിക്കുവാനിടയായി തീരും. हम परमेश्वर की संतान होने की वजह से हमेशा परमेश्वर के साथ होंगे। വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ प्रकाशित वाक्य जब दूसरा अध्याय जब पढ़ते हैं, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവോഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. जो जय पाता है उनको मैं परमेश्वर की, लिखा है, जिसके कान वो सुन ले कि आत्मा कलीसियाओं से कहता है, जो जय पाए मैं उसे जीवन के पेड़ में से जो परमेश्वर की सुरलोक में है फल खाने को दूंगा। വെളിപ്പാട് 2:11 പറയുന്നു, प्रकाशित वाक्य 11 वचन 2:11 में लिखा है, ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. जो जय पाएगा उनको दूसरी मृत्यु से हानि नहीं पहुंचेगी। 2:17 പറയുന്നു, दूसरा वचन उसका दूसरा अध्याय उसका 17 वचन के अंदर लिखा है, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. जो जय पाए उसको मैं गुप्त मन्ना में से दूंगा। 2-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, दूसरा अध्याय उसका 26वां वचन के अंदर लिखा है, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന്, जो जय पाए और मेरे कामों के अनुसार अंत तक करता रहे, എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ मैं उसे जाति जाति के लोगों पर अधिकार दूंगा, जैसे पिता ने मुझे दिया। ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. परमेश्वर ने जैसे मुझे अधिकार उसी जैसे मैं जाति लोगों को अधिकार उनको दूंगा। വെളിപ്പാട് 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, प्रकाशित वाक्य 3रा अध्याय उसका 5वां वचन के अंदर लिखा है, ജയിക്കുന്നവൻ വെള്ളിയുടുപ്പ് ധരിക്കും. जो जय पाए उसे प्रकार श्वेत वस्त्र पहनाया जाएगा। അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ उसका नाम मैं जीवन की पुस्तक में से किसी रीति से नहीं काटूंगा। എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേരേറ്റു പറയും. पर उसका नाम उस अपने पिता और उसके स्वर्गदूतों के सामने मान लूंगा। വെളിപ്പാട് 3:12 പറയുന്നു, प्रकाशित वाक्य 3:12 में लिखा है, ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും. जो जय पाएगा उसे मैं अपनी परमेश्वर की मंदिर में एक खंबा बनाऊंगा। അവൻ ഒരിക്കലും അവിടെ നിന്നും പോകയില്ല. वो फिर कभी बाहर नहीं निकलेगा। വെളിപ്പാട് പുസ്തകം 3:21 പറയുന്നു, प्रकाशित वाक्य 3:21 के अंदर लिखा है, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. जो जय पाए मैं उसे अपने साथ अपने सिंहासन पर बैठाऊंगा। ദൈവമക്കളായ നാം ഈ ഭൂമിയിൽ ജീവിച്ച് ജയിക്കുന്ന ഒരു ദൈവവൈദ്യന് യേശുക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ അതേ കൃപ ലഭിക്കും. जो व्यक्ति धरती पर जो जीत पाता है, प्रभु में जीत पाता है, उनको प्रभु അവൻ തന്റെ ഭക്തന്മാർക്ക് बैठने का अधिकार देता है। ദൈവം തന്റെ ഭക്തന്മാർക്ക് ദയ കാണിക്കുന്ന ദൈവമാണ്. परमेश्वर अपने डरवियों पर करुणा दिखाने वाला है। അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം ദാസന്മാരല്ല, ദാസിമാരല്ല, നാം ക്രിസ്തുയേശുവിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. आज रात को अब ये वचन को विश्वास करने वालों ये सुन लीजिए, आप कभी परमेश्वर दुनिया में दास लोग नहीं, आप परमेश्वर की संतान हो।
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. यूहन्ना का सुसमाचार उसका 15 अध्याय उसका 7 वचन इस तरीके से कहता है, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ, यदि तुम मुझ पे बने रहो और मेरी बातें तुम्हें बनी रहे तो, നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. जो चाहो मांगो वह तुम्हारे लिए हो जाएगा. 103-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെയാണ് വായിച്ചത്. 103 भजन संगीता में हमने इस तरीके से पढ़ा है, യഹോവയുടെ ദയയോ परमेश्वर की करुणा എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. उनका करुणा उनकी भक्तों को, डरवियों के ऊपर, और उनकी दया उनका नाते पोतों को तक बना रहेगा. അപ്പൊ ദൈവത്തിന്റെ ദയ അവന്റെ ഭക്തന്മാരോടുകൂടെ നിരന്തരമായിരിക്കും. അവരുടെ തലമുറകളെ അവൻ മറക്കത്തില്ല. അവരെ ഓർത്ത് അവരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. परमेश्वर अपनी डरवियों को कभी नहीं भूलता. उनकी पीढ़ी पीढ़ी नाती पोते तक प्रभु परमेश्वर उनको हालेलुया संभालेगा, उनको आशीष करेगा. പഴയ നിയമത്തിൽ ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ, पुराना नियम में जब दाऊद को प्रभु ने चुना गया तो അപ്പന്റെ ആടുകളെ കാട്ടിൽ മേയിച്ചുകൊണ്ട് നടക്കുന്ന ജോലിയായിരുന്നു. अपना पापा का बकरियों को, भेड़ को चरवा करता था दाऊद जंगल में. എന്നാൽ ദാവീദ് പ്രതീക്ഷിക്കാത്ത സമയത്ത് एक दिन अचानक दाऊद का जीवन में അത് ശമൂവേൽ പ്രവാചകൻ ഭവനത്തിൽ വരികയും शमूएल भविष्यवक्ता के द्वारा बुलाहट हुआ अपना घर में. തന്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച്, अपनी बड़े भाई लोग, जो बड़े बड़े लोग होते थे, उनके सामने, തന്റെ അപ്പന്റെ മുമ്പിൽ വെച്ച്, अपनी पप्पा के सामने അതേ കാട്ടിൽ നിന്നും വിളിച്ചു വരുത്തി उनको जंगल से पुकार कर അവന്റെ മേൽ അഭിഷേകം പകർന്നു. दाऊद के ऊपर प्रभु की अभिषेक का तेल उतराया. ദാവീദിനെ അഭിഷേകം ചെയ്തത് എന്തിനായിരുന്നു? दाऊद को परमेश्वर ने शमूएल भविष्यवक्ता के द्वारा अभिषेक क्यों कराया? ഇസ്രായേലിന്റെ രാജാവായിരിക്കുവാൻ, इस्राएल का राजा बनाने के लिए. ദൈവം തിരഞ്ഞെടുത്തത് രാജാവായിരിക്കുവാൻ. परमेश्वर चुना है राज पदवी में बैठने के लिए. ദാവീദിനുമായിട്ട് ദൈവത്തിനൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. दाऊद के साथ एक बहुत बड़ा वाचा परमेश्वर ने बांधा था. ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, शमूएल का पहला शमूएल का किताब उसका 7वां अध्याय जब हम पढ़ते हैं, ദൈവം ശമൂവേലുമായിട്ട് ദാവീദുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു. वहां हम देख सकता है परमेश्वर वाचा के साथ एक, परमेश्वर दाऊद के साथ एक वाचा बनाता है. എന്നാൽ ദാവീദും ദൈവമായിട്ടുള്ള ഉടമ്പടി പ്രകാരം അവന്റെ സന്തതികളിൽ ആരും അതേ രാജസ്ഥാനത്തിൽ നിന്നും അതേ മാറ്റപ്പെടുവാനിടയായി തീരത്തില്ല. उसी वाचा के अनुसार दाऊद का कोई भी संतान राज पदवी से कभी दूर नहीं रहा. എന്നാൽ ദാവീദിന്റെ മകനായ ശലോമോനെ, लेकिन दाऊद का पुत्र सुलेमान को അതേ ആലയം പണിയുവാൻ ദൈവം ഉപയോഗിച്ചു. परमेश्वर की भवन का निर्माण के लिए इस्तेमाल किया. എന്നാൽ അവിടെ നാം കാണുന്നു രാജ്യം രണ്ടായി വിഭജിക്കുന്ന സമയത്ത്, जब वहां हम देख सकता है आगे जब राज्य 2 भागों में बांटा जा रहा था, ദാവീദിനോടുള്ള ഉടമ്പടി ദൈവം ഓർത്തു. दाऊद के साथ जो वाचा थे वो भी प्रभु ने उस समय स्मरण किया. ദൈവം ഒരു പ്രവചനം പറഞ്ഞാൽ, ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ, परमेश्वर अगर आपके साथ एक हालेलुया एक भविष्यवाणी, एक वायदा, एक वाचा अगर बांधता तो, ദൈവം ഒരു വാഗ്ദത്തം നമ്മളോട് ചെയ്താൽ, प्रभु एक वायदा अगर आपके जीवन में दिया है तो ദൈവം അത് മറക്കുന്ന ദൈവമല്ല. प्रभु कभी वो भूल नहीं जाता. ശലോമോന്റെ കാലത്ത് രാജ്യം രണ്ടായി വിഭജിക്കുമ്പോൾ ദാവീദിനെ ഓർത്ത് ദാവീദിന്റെ അതേ ശലോമോന്റെ മകൻ ഒരു ഗോത്രം മാറ്റി വെച്ചു. हालेलुया हम देख सकते हैं जब सुलेमान के बाद जब राज्य की विभाग हो जाता है, 2 भागों में बांटा जाता है,
दाऊद को स्मरण करते हुए दाऊद के संतान के लिए एक गोत्र के लिए प्रभु का हालेलुया एक राज्य पदवी को अलग रखा। അപ്പോൾ അതുകൊണ്ടാണ് ദാവീദിന്റെ സന്തതിയായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം എടുത്തത്. इसी की वास्ते यीशु मसीह दाऊद का परंपरागत से इस धरती पर हालेलुया जन्म हुआ। യേശുവിന്റെ വംശാവലിയിൽ ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചവനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. यीशु मसीह की जो वंशावली है वहां हम देख सकता है दाऊद का संतान करके वहां स्पष्ट रूप से लिखा है। അപ്പൊ അവന്റെ സന്തതിയിന്മേൽ അതേ ദൈവത്തിന്റെ ദയ ഉണ്ടാകുവാനിടയായി തീരും. उनकी पीढ़ी में परमेश्वर की दया उन पर हुआ। ദൈവം നീതിമാനായ ദൈവമാണ്. परमेश्वर धर्मी परमेश्वर है। അതുകൊണ്ട് ദാവീദിന്റെ ജീവിതത്തിൽ ചെയ്ത ഉടമ്പടി അതേ ലോക രക്ഷിക്കേണ്ടതിന് വേണ്ടി ലോകത്തെ ആയിരുന്ന അതേ ജാതികളായ ഭാവികളായ നമ്മെ തിരഞ്ഞെടുക്കേണ്ടതിന് അതേ ദൈവമായിരുന്നവൻ ദാവീദിന്റെ സന്തതിയായി ഈ ഭൂമിയിൽ അവതരിക്കുവാനിടയായി തീർന്നു. हालेलुया दाऊद के साथ जो प्रभु ने वाचा बांधा तो उसी की वास्ते दाऊद का पीढ़ी में प्रभु यीशु मसीह वो जन्म होकर ये धरती पर मानव कुल को पापों से छुटकारा देने के लिए यीशु मसीह जी അപ്പൊ യഹോവയുടെ ദയ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാരോട് കൂടെ ഇരിക്കും. परमेश्वर की करुणा अपनी डरोयों पर पीढ़ी पीढ़ी तक बने रहेगी। ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവദാസിദാസന്മാരെ ദൈവമക്കളെ आज मेरी आवाज सुनने वाला प्रभु का दासों और दासियों നാം ദാസന്മാരല്ല നാം മക്കളായി തിരഞ്ഞെടുക്കപ്പെട്ടു. आप गुलाम के रूप पर नहीं परमेश्वर की बच्चा बेटा बेटी के रूप पर आपको चुना गया है। ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമല്ല ദൈവത്തോട് കൂടെ നാം ഇരിക്കേണ്ടവരാണ്. हालेलुया प्रभु की उपस्थिति अकेला रहकर ये धरती पर आपको जीना नहीं आगे आपको प्रभु के साथ रहना है। എപ്പോഴൊക്കെയാണ് കർത്താവിന്റെ ദയ കൂടെ ഇരിക്കുന്നത്? कब कब परमेश्वर की दया मानव के साथ होते हैं। 23 സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത് भजन संहिता 23 के अंदर दाऊद इस प्रकार लिखता है മരണ നിഴലിലും താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. वहां लिखा मृत्यु की तराई के द्वारा अगर मैं चल भी जाऊं मैं को कभी हानि से नहीं डरूंगा നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. क्योंकि तू मेरे साथ रहता है और तेरे सोटे और तेरी लाठी से मुझे शांति मिलती है। 16 സങ്കീർത്തനത്തിന്റെ 8ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു 16 भजन संहिता उसका 8वां वचन में हम ये पढ़ते हैं ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. इस कारण मैंने परमेश्वर को हमेशा मेरे सन्मुख रखा है। അവൻ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകയില്ല. इसलिए कि वो मेरे दाहिने हाथ रहता है मैं कभी डगमगाऊंगा नहीं। അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. इसलिए इस कारण मेरा हृदय आनंदित और मेरी आत्मा मगन हुई मेरी शरीर भी चैन से रहेगा। 27 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു 27 भजन संहिता में दाऊद इस प्रकार कहता है യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. यहोवा मेरा ज्योति और मेरा उद्धार है। യഹോവ എന്റെ ജീവന്റെ ഫലം ഞാൻ ആരെ പേടിക്കും? यहोवा मेरी जीवन का दृढ़ डरा है मैं किसी का भय नहीं खाऊंगा। അപ്പോൾ ദാവീദ് പറയുന്നു ഏത് സമയത്തൊക്കെയാണ് ദൈവത്തിന്റെ സഖിത്വം തന്റെ ഭക്തന്മാർ അനുഭവിക്കുവാനിടയായി തീരുന്നത്. आज जो वचन हमने पढ़ा उसमें लिखा है प्रभु की प्रेम लोगों को प्रभु की कृपा दया कब कब मिलते हैं। 27:10 പറയുന്നു എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. 27 वचन से 10वां वचन में लिखा है मेरी माता पिता ने तो मुझे छोड़ दिया है परंतु यहोवा मुझे संभाल लेगा। അപ്പൊ ദൈവത്തിന്റെ സഖിത്വം തന്റെ ഭക്തന്മാരോടുകൂടെ സകല പ്രതികൂലങ്ങളിലും ഇരിക്കുവാനിടയായി തീരും. हम देख सकता है परमेश्वर की प्रेमी बच्चों के साथ प्रभु की उपस्थिति प्रभु की दया हमेशा बने रहेगी।
ഐശയ്യാ പ്രവചനം 43:2 പറയുന്നു, यशायाह नबी का किताब उसकी 43:2 में लिखा है, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. हालेलुया। ये लिखा है, यहोवा इस प्रकार बोलते हैं, हालेलुया, तू डरो मत, मैं तुमको छुड़ाया हुआ है। ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. हालेलुया, मैं तुमको नाम लेकर पुकारा है, तुम मेरा है। നീ എനിക്കുള്ളവനായതുകൊണ്ട് നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. तुम मेरा है, इसलिए जब तुम हालेलुया जल की होकर जाएगा, वो तेरे संग संग रहूंगा। നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. जब तुम नदियों में होकर चले तब वे तुझे नहीं डूब सकते, जब तुम आग में चले तब तुझे आंच ना लगेगी, അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. और उसकी लौ तुझे जला ना सकेगी। നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. क्योंकि मैं होवा तेरी परमेश्वर हूं, इस्राएल का पवित्र, मैं तेरा उद्धार करता हूं। നിന്റെ മറുവിലയായി ഞാൻ മിസ്രൈമിനെയും നിനക്ക് പകരമായി കൂഷിനെയും സെബിയെയും കൊടുത്തിരിക്കുന്നു. मैं तेरे बदले में तेरी छुड़ौती में मैं मिस्र को और तेरी संधि कुश और सबा को देता हूं। मैं നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. मेरी दृष्टि में तू अनमोल और प्रतिष्ठित ठहरा है, और मैं तुझसे प्रेम रखता हूं। അപ്പോൾ ഒരു ഭക്തനോടുകൂടെ സകല സമയങ്ങളിലും സകല അവസ്ഥകളിലും കർത്താവിന്റെ ദയ കൂടെ ഇരിക്കുവാനിടയായി തീരും. एक प्रभु की भक्त के साथ हमेशा प्रभु की करुणा और दया बने रहती है। ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, आज रात को मुझसे सुनने वाला प्रभु की लोगों, നാം കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് हम परमेश्वर के द्वारा चुने हुए लोग हैं। ദാവീദിനോട് ദൈവം പറഞ്ഞതുപോലെ, दाऊद को जैसे प्रभु ने कहा है, നദിയിലൂടെ കടന്നു പോകേണ്ടി വന്നാലും तुम नदी के द्वारा अगर पार करना पड़े, വെള്ളം നിന്നെ മുക്കിക്കളയത്തില്ല. नदी कभी तुमको नहीं डुबाएगा। അഗ്നിയിലൂടെ കടക്കേണ്ടി വന്നാലും तू आग में से चलना पड़े, തീ നിന്നെ ദഹിപ്പിക്കത്തില്ല. उसकी लौ तुझे जला ना सकेगा, കാരണം ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുകയാ. क्योंकि मैं तुम्हारी दाहिने हाथ को थामा हुआ है। യേശു നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് കൊണ്ട്, यीशु हमारी हाथ को थामा हुआ है, इसलिए യേശു നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് यीशु हमारे दिल में रहता है, इसलिए ലോകത്തിന് നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. दुनिया की कोई शक्ति आपको तोड़ नहीं सकता, പിശാചിന് നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. शैतान आपकी सत्यानाश नहीं कर सकता, പാപത്തിന് നമ്മെ തകർക്കാൻ കഴിയത്തില്ല. आपको खत्म नहीं कर सकता। യേശു നമ്മുടെ കരം പിടിക്കുക മാത്രമല്ല, यीशु सिर्फ आपका हाथ थामा हुआ अकेला नहीं, അവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്. वो हमारे अंदर रहता है, इसलिए മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നു, मत्ती रचित सुसमाचार 25 का 20 में लिखा है, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. हालेलुया, दुनिया की अंत तक मैं तुम्हारे संग संग रहूंगा। ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. मत्ती रचित सुसमाचार 28 का 20 में लिखा है, मैं देखो जगत के अंत तक सदैव तुम्हारे संग में रहूंगा। അതുകൊണ്ട് COVID-19 വൈറസ് പടർന്നു വ്യാപരിക്കുമ്പോൾ, इसलिए कोविड-19 का या कोरोना वायरस धरती पर फैल रहा जरूर, അതെ, അതിനോടുള്ള ബന്ധത്തിൽ ലോക്ക്ഡൌൺ ആയിരിക്കൊണ്ടിരിക്കുമ്പോൾ, उसी की वास्ते पूरी दुनिया में लॉकडाउन है, അതെ, പലരും സാമ്പത്തികമായി ഭാരം അനുഭവിക്കുമ്പോൾ, बहुत लोग आर्थिक अवस्था से कठिनाई में है जरूर, അതെ, പലവിധമായ പ്രതികൂലങ്ങളോട് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, आप बहुत परेशानी को सामना कर रहा है जरूर। ഇന്ന് രാത്രിയിൽ നാം വിശ്വസിക്കുന്നെങ്കിൽ, आज रात को अगर आप विश्वास करता है तो നമ്മുടെ പടക് തകരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. आपकी नाव को टूटने प्रभु नहीं देगा। ഏലിയാവിന് വേണ്ടി കാക്കയെ അയച്ച ദൈവം एलिया के लिए
कौवा को भेजने वाला परमेश्वर, സറാഫാത്തിലെ വിധവയെ ഒരുക്കിയ ദൈവം, एलिया के लिए साराफत का विधवा को हालेलुया तैयार किया हुआ परमेश्वर, ഇസ്രായേലിന് വേണ്ടി മരുഭൂമിയിൽ മന്നയച്ച ദൈവം, इस्राएल जनों के लिए 40 लाख लोगों के लिए 40 साल के लिए मन्ना भेजने वाला परमेश्वर, ചെങ്കടലിനെ ഉണക്കിയ ദൈവം, लाल समुद्र को 2 भागों में बांटकर उसके बीच में से बड़े रास्ता बनाया हुआ परमेश्वर, പാറയിൽ നിന്നും വെള്ളമൊഴുക്കിയ ദൈവം, पत्थर के अंदर से नदी बहाने वाला परमेश्वर। അതെ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ദൈവമെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ, अगर आज रात को वो तुम्हारी परमेश्वर है करके तू अगर विश्वास करता है तो യഹോവയുടെ ദയ ക്ഷാമകാലത്തും സമൃദ്ധിയുടെ കാലത്തും രോഗകാലത്തും ഏത് പ്രതികൂലത്തിലും മരണ നിഴലിന്റെ താഴ്വരയിലൂടെ കടന്നുപോയാലും തന്റെ ഭക്തന്മാരെ അവൻ കൈവിടുന്ന ദൈവമല്ല. यहोवा की हाथ चाहे दुनिया की कोई कष्ट कठिन परेशानी कोविड का हो वायरस का हो कोई भी समय अपनी डरवियों को वो कभी नहीं त्यागेगा। അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. आज रात को हम विश्वास के साथ प्रार्थना करेंगे। വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ प्रकाशित वाक्य में जैसे हमने पढ़ा, നാം കർത്താവിനോട് കൂടെ ഇരിക്കേണ്ടവരാണ്. हम परमेश्वर के साथ वास करने वाला लोग हैं। ഈ ലോകത്തിൽ നാം പതറിപ്പോകാതെ, ये धरती पर आप टूट न जाए, രോഗങ്ങളിൽ നാം ക്ഷീണിച്ചു പോകാതെ, कोई बीमारी से आप तके न पाए, നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട്, आपकी परेशानी को आप पार करते हुए, നമ്മൾ പാപത്തെ ജയിച്ചുകൊണ്ട്, आपकी पाप के ऊपर आप जय पाते हुए, പിശാചിനെ ജയിച്ചുകൊണ്ട്, आप शैतान के ऊपर जीत पाते हुए, ലോകത്തെ ജയിച്ചുകൊണ്ട്, आप दुनिया के ऊपर जीत पाते हुए കർത്താവിനോടുകൂടെ നമ്മൾ വാഴുവാനിടയായി തീരും. आप परमेश्वर के साथ हालेलुया जीवन बिताएगा। നിരാശകളെ മാറ്റിവെച്ച് हालेलुया प्रभु आपकी निराशाओं को दूर करेगा। നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് अब हमारी दुख को हमारी परेशानियों को प्रभु की हाथों में हम देंगे। ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. आज रात को आप परमेश्वर से प्रार्थना करेंगे। ഈ സമയം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ अभी हर एक लोग अगर प्रार्थना करता है तो ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരും. आप परमेश्वर की उपस्थिति देखो, आपकी घर में उधर आ रहा है। ദൈവിക സമാധാനം നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരും. आप परमेश्वर की शांति, परमेश्वर की मिल मिलाप आपके घर में उतर आ रहा है। ദൈവിക രോഗശാന്തി നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കുവാനിടയായി തീരും. परमेश्वर की बीमारियों का चंगाई आपकी शरीर में इसी समय आप अनुभव करोगे। ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. परमेश्वर के चरणों में आप समर्पण करके हम लोग प्रार्थना करेंगे। കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണമേ. परमेश्वर आपकी उपस्थिति हमारे साथ बने रहे। पिताजी, അവിടുത്തെ കൃപ എന്റെ മേലിരിക്കണമേ. पिताजी आपकी कृपा अनुग्रह मेरे साथ बने रहने पाए। पिताजी, പ്രതികൂലത്തിന്റെ നടുവിൽ, सब लोग प्रार्थना करो। प्रभु जी प्रतिकूल अवस्था के बीच में, പ്രതിസന്ധിയുടെ നടുവിൽ, पिताजी परेशानियों के बीच में, രോഗങ്ങളുടെ നടുവിൽ, पिताजी बीमारियों के बीच में, പദഭാരത്തിന്റെ നടുവിൽ पिताजी कर्जा के बीच में ഞാൻ പതറിപ്പോകാതെ मैं पिताजी डगमगाए ना पाए, കൃപയിൽ നിൽക്കുവാൻ पिताजी आपकी अनुग्रह में बने रहने के लिए എന്നെ സഹായിക്കണമേ. पिताजी मुझे आशीष करे। അങ്ങയുടെ സാന്നിധ്യം, आपकी उपस्थिति, അങ്ങയുടെ സഖിത്വം आपकी दोस्ती ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കാനിടയാകണമേ. पिताजी मेरे जीवन के अंत समय तक मैं अनुभव करने पाए। എന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. मेरा विश्वास को थोड़ा बढ़ा दीजिए। पिताजी, യേശുവിന്റെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുകയാണ്. यीशु की हाथ में मैं समर्पण करता हूँ। पिता, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. मैं आप लोग പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ആ കർത്താവിന്റെ തിരുവചനവുമായി ദൈവത്തിന്റെ തിരുമുമ്പിൽ നിൽക്കുവാൻ, ഞങ്ങളുടെ മക്കളോട് സംസാരിക്കുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിന് നന്ദി പറയുന്നു.
ഈ ശബ്ദം ശ്രദ്ധിച്ച ഈ സൂം മീഡിയകളിലൂടെ, ഈ സൂം അപ്ലിക്കേഷനിലൂടെ കർത്താവേ, വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവേ, ഈ ശബ്ദം ശ്രദ്ധിച്ച അങ്ങനെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യഹോവയുടെ സഖിത്വം അവിടുത്തെ ഭക്തന്മാരോടുകൂടെ നിരന്തരം ഇരിക്കുന്ന അതേ കർത്താവിന്റെ വചനം ഞാൻ വായിച്ചല്ലോ. കർത്താവേ, അങ്ങയുടെ നീതി അവരുടെ മക്കളോടുകൂടെ ഇരിക്കുന്ന ദൈവമാകിയാൽ അവിടുത്തെ കൃപയിൽ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ രാത്രിയിൽ ഭാരത്തോടെ ഇരിക്കുന്ന, രോഗത്തോടെ ഇരിക്കുന്ന കർത്താവേ, അങ്ങനെ ജനം സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക സമാധാനം അവിടുത്തെ ജനത്തിന്റെ ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ. ഓരോ ഭവനങ്ങളിലും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില രോഗികൾ സൗഖ്യമാകട്ടെ. സാമ്പത്തിക ക്രൈസിസുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അസമാധാനങ്ങൾ മാറട്ടെ. അത് ജോലിയുടെ ബ്ലോക്കുകൾ യേശുവിന്റെ നാമത്തിൽ അരിഞ്ഞ് മാറിപ്പോകട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു. അവിടെ കാർഷിക മേഖലകള് കർത്താവേ, അവിടെ കന്നുകാലികള് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യഹോവയുടെ സഖിത്വം ഓരോരുത്തരുടെയും കൂടെ ഇരുന്ന് കർത്താവിന്റെ കൃപയിൽ അവർ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കുന്ന കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും ചർച്ചിനോടുമുള്ള എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നതിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനം, ദൈവത്തിന്റെ ശക്തിയേറിയ വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും പകർന്നു തന്നതിനായി ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ദൈവം ധാരാളമായ കർത്താവിന്റെ ദാസനെ അധികം ശക്തിയോടെ ദാസിയെയും കുഞ്ഞുങ്ങളെയും ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. വീണ്ടും അവസരം കിട്ടുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. प्रभु का दास को सब लोग हाथ उठाकर एक बार हालेलुया, प्रभु को दास को धन्यवाद। प्रभु की वचन का जीवन वाला वचन, प्रभु का सामर्थ्य वाला वचन, सर्व की आशीष वाला वचन आज हमारे बीच प्रकट हुआ है। प्रभु हालेलुया, प्रभु का दास को बहुत बड़ा आशीष केरल का हालेलुया, एक जगह से लेकर दूसरे कासरगोड के लेकर कन्याकुमारी तक भाई रोड जाकर आपने देखा होगा हालेलुया, उनका फोटो में हालेलुया वो उनका गाड़ी पर हमेशा ये लगा कर रखता माइक और सब कुछ सिस्टम लगाकर पूरी केरल में वो यात्रा करते रहते। प्रभु की वजन इधर उधर सिर्फ बाहर लोगों को हालेलुया पब्लिक के सामने खड़ा होकर सिर्फ प्रचार करते। इसलिए वो वजन 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 सिर्फ इसीलिए बोला, अपनी बुद्धि से वो कुछ नहीं कहा, पूरी वजन को वो पूरी याद कर पूरी प्रचार करेगा, क्योंकि वो जानता है प्रभु की वजन में बहुत लोगों को प्रभु पर लाने वाला व्यक्ति है। हम प्रभु के दास के लिए प्रार्थना करेंगे। अभी चंद्रशेखर पास्टर प्रार्थना करेंगे।